യേശു ജനിച്ച ദിവസമല്ല ഡിസംബർ 25 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഇതിന്റെ ചരിത്രം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ മുൻപൊന്നും ഈ പതിവ് ഇല്ലായിരുന്നു എന്നാണ് പഴയകാല രേഖകൾ വ്യക്തമാക്കുന്നത്. കാരണം യേശുവിന്റെ ജനന ദിവസമായി ബൈബിളിൽ പരാമർശിക്കുന്ന തീയതി ഡിസംബർ 25 അതായത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മറിയം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് പറയുന്ന ദിവസം ബൈബിളിലെ രേഖകളിലൊന്നുമില്ല. അതിനാൽ തന്നെ ആദ്യകാല വിശ്വാസികൾ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിച്ചിരുന്ന ഡിസംബർ 25 അല്ലായിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കാൻ കത്തോലിക്കർ തുടങ്ങിയത്. ദിവസം ബൈബിളിലെ രേഖകളിൽ ഒന്നും തന്നെയില്ല. അതിനാൽ തന്നെ ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഡിസംബർ 25 അല്ലായിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നാണ് രേഖകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം വ്യത്യസ്തമായ കാരണങ്ങളാണ് ഇതിന്റെ പിന്നിലെല്ലാം പറയപ്പെടുന്നത്. അത് എന്തൊക്കെയാണെന്നല്ല നമുക്കൊന്ന് നോക്കാം. മിക്ക രേഖകളിലും ക്രിസ്തുവിന്റെ ജനനം AD 200-നടുത്തായിട്ടാണ് ജനുവരി 6 എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല. ഏപ്രിൽ 6 ക്രൂശിലേൽപ്പിക്കപ്പെടുന്ന അടിസ്ഥാനത്തിലാക്കാം ഇതെന്ന രീതിയിൽ ഒരു പ്രചാരണമുണ്ട്. പഴയ വിശ്വാസമനുസരിച്ച് പ്രവാചകന്മാർ അവരുടെ ഗർഭധാരണത്തിന്റെ അതേ ദിവസമാണ് മരിക്കുകയെന്ന് പറയപ്പെടുന്നു. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ് ജന്മദിനാഘോഷം ഡിസംബർ 25 മാറ്റുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു തീരുമാനം ആരാണ് എടുത്തതെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയില്ല. ചിലർ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ മറ്റു ചിലർ അങ്ങനെ അല്ലെന്ന് പറയുന്നു. വിവിധ സിദ്ധാന്തങ്ങൾ പറയപ്പെടുന്നു. ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിവിധ സിദ്ധാന്തങ്ങൾ പ്രചാരണത്തിലുണ്ട്. നരവംശാസ്ത്രജ്ഞൻ ജെയിംസ് ജോർജ് ഫ്രേസർ എഴുതിയ ഗോൾഡൻ ബഗ് സിദ്ധാന്തമാണ് ഇവയിലൊന്ന്. മതത്തെയും പുരാണത്തെയും കുറിച്ചുള്ള താരതമ്യ പഠനത്തെ ആസ്പദമാക്കി 19-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണിത്. 1890-ലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. മതപരമായ വിഷയത്തെ ദൈവശാസ്ത്രപരമല്ലാതെ സാംസ്കാരിക വീക്ഷണകോണിലാണ് ഫ്രേസർ സമീപിച്ചത്. പഴയ ആചാരങ്ങളുമായി ക്രിസ്മസ് തീയതിയെ ഇത് ബന്ധിപ്പിച്ചു. ക്രിസ്മസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഗോൾഡൻ ബഗിൽ പറയുന്നത് ഇങ്ങനെയാണ്. ജൂലിയൻ കലണ്ടർ പ്രകാരം ഡിസംബർ 25 സൂര്യന്റെ ജന്മദിനമായി കണക്കാക്കുന്നത്. കാരണം ഈ ദിവസമാണ് സൂര്യന്റെ ശക്തി കൂടുന്നതും ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. നേരത്തെ സിറിയയിലും ഈജിപ്തിലും ഈ ദിവസം ആഘോഷിച്ചിരുന്നു എന്നതും പ്രത്യേകമായ ഒരു കാര്യമാണ്. സൂര്യന് നവജാത ശിശുവിന്റെ പ്രതിച്ഛായ നൽകി ഈജിപ്തുകാർ ആരാധിച്ചിരുന്നു. സൂര്യന്റെ ജന്മദിനമായ ഡിസംബർ 25 അവർ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഗർഭം ധരിക്കുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്ത് ഓറിയന്റൽ ദേവതയാണെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതേസമയം സുവിശേഷ പുസ്തകങ്ങളിൽ ഒന്നും തന്നെ ക്രിസ്തുവിന്റെ ജനന തീയതിയെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. എന്നിരുന്നാലും കാലക്രമേണ ഈജിപ്തിലെ ക്രിസ്ത്യാനികൾ ജനുവരി 6-ാം തീയതി ക്രിസ്തുവിന്റെ ജനന തീയതിയായി കണക്കാക്കി. അന്നത്തെ ദിവസം രക്ഷകന്റെ ജന്മദിനമായി ആഘോഷിക്കാൻ അവർ തുടങ്ങി. 4-ാം നൂറ്റാണ്ടോടെ ഇത് കിഴക്കൻ രാജ്യങ്ങളിൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ ജനുവരി 6-ാം തീയതി ഒരിക്കലും ജനന തീയതിയായി അംഗീകരിക്കാത്ത പാശ്ചാത്യ സഭ 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെയും ഡിസംബർ 25 ക്രിസ്മസ് ആയി തിരഞ്ഞെടുത്തു. കാലക്രമേണ ഈ തീരുമാനം പൗരസ്ത്യ സഭയും അംഗീകരിച്ചതായി രേഖകൾ പറയുന്നു. സൂര്യന്റെ ജന്മദിന ക്രിസ്മസും അതേസമയം ക്രിസ്മസ് ഉത്സവം ആരംഭിക്കാൻ സഭ അധികാരികളെ നയിച്ച പരിഗണനകൾ ക്രിസ്ത്യാനിയായ ഒരു സിറിയൻ എഴുത്തുകാരൻ തുറന്നു പറയുന്നുണ്ട് രേഖകളിൽ. ഡിസംബർ 25-ാം തീയതി സൂര്യന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പഴയകാലത്തെ ഒരു പതിവായിരുന്നു. അവർ ഉത്സവത്തിന്റെ അടയാളമായി വിളക്കുകൾ കത്തിച്ചു. ഈ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും എല്ലാം ക്രിസ്ത്യാനികൾ പങ്കെടുത്തു. അങ്ങനെയാണ് ജനുവരി 6-ാം തീയതിയിലെ ആഘോഷം ഡിസംബർ 25 മാറിയതെന്ന് അവർ പറയുന്നു. വാദങ്ങൾ തള്ളി ബൈബിൾ ആർക്കിയോളജി സൊസൈറ്റി
വന്നിരുന്നു. എന്നാൽ ബൈബിൾ ആർക്കിയോളജി സൊസൈറ്റിയുടെ വെബ്സൈറ്റിലെ വിവരണം ഈ സിദ്ധാന്തങ്ങളെ തള്ളിക്കളയുന്നു. ഡിസംബർ 25 എങ്ങനെ ക്രിസ്മസ് ആയിത്തീർന്നു എന്ന തലക്കെട്ടിലെ വിവരണം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വളരെയധികം ജനപ്രീതി ഉണ്ടെങ്കിലും ക്രിസ്മസിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തത്തിന് അതിന്റെ പ്രശ്നങ്ങളുണ്ടെന്ന് വെബ്സൈറ്റ് പറയുന്നു. കാരണം ഒരു പുരാതന ക്രൈസ്തവ രചനകളിലും ഇത്തരത്തിലുള്ള സിദ്ധാന്തം കാണുന്നില്ല. അക്കാലത്തെ ക്രിസ്തീയ എഴുത്തുകാർ അയനങ്ങളും യേശുവിന്റെ ജനനവും തമ്മിലുള്ള ഒരു ബന്ധം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സഭയുടെ പിതാവ് ആംബ്രോസ് പഴയ കാലത്തെ ദേവന്മാരെ മറികടക്കുന്ന യഥാർത്ഥ സൂര്യൻ എന്നാണ് ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ആദ്യകാല ക്രിസ്ത്യൻ എഴുത്തുകാർ സമീപ കാലത്തെ ക്രിസ്തീയ എഴുത്തുകാർ അയനങ്ങളും യേശുവിന്റെ ജനനവും തമ്മിലുള്ള ഒരു ബന്ധവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സഭയുടെ പിതാവ് ആംബ്രോസ് 339 399 പഴയകാലത്തെ ദേവാലയത്തെ സൂര്യൻ എന്നാണ് യേശുക്രിസ്തുവിനെ പലയിടത്തും വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ആദ്യകാല ക്രിസ്ത്യൻ എഴുത്തുകാരൻ സമീപകാല കലണ്ടർ എഞ്ചിനീയറിംഗിനെ കുറിച്ച് സൂചന നൽകുന്നില്ല. തീയതി സഭ തിരഞ്ഞെടുത്തതെന്ന് അവർ കരുതുന്നില്ല. വ്യാജ ദേവന്മാരെ മറികടന്ന് ദൈവം യേശുവിനെ യാദൃശ്ചികമായി തിരഞ്ഞെടുത്തതായി അവർ പറയുന്നു. കൂടാതെ ക്രിസ്തുവർഷം 200-നടുത്ത് ക്രിസ്മസ് തീയതിയെക്കുറിച്ച് ആദ്യം പരാമർശിക്കുന്നത് അക്കാലങ്ങളിൽ ക്രിസ്ത്യാനികൾ മറ്റുള്ളവരുടെ പാരമ്പര്യങ്ങളിൽ നിന്നും ഒന്നും തന്നെ കടമെടുത്തിരുന്നില്ല. 12-ാം നൂറ്റാണ്ടിലാണ് യേശുവിന്റെ ജനന തീയതിയും മറ്റു ജാതികളുടെ ആചാരങ്ങളും തമ്മിൽ ആദ്യമായി ഒരു ബന്ധമുണ്ടാകുന്നത്. മറ്റൊന്നാണ് സാന്താക്ലോസിന്റെ ചരിത്രം. ക്രിസ്മസിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സാന്താക്ലോസിന്റെ മതേതര വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചരിത്രം കൂടി പറയേണ്ടതാണ്. സെന്റ് നിക്കോളാസ് സെന്റർ പറയുന്നതനുസരിച്ച് AD 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കിലെ പതാര ഗ്രാമത്തിൽ ജനിച്ചതായി പറയപ്പെടുന്ന നിക്കോളാസ് എന്ന മനുഷ്യനിൽ നിന്നാണ് ഇന്ന് സാന്ത എന്നറിയപ്പെടുന്ന ഒരു കഥാപാത്രം ഉത്ഭവിച്ചത്. മാതാപിതാക്കൾ അന്ന് ചെറുപ്പത്തിൽ തന്നെ മരിച്ചതോടെ അമ്മാവൻ വളർത്തിയ നിക്കോളാസ് വളരെയധികം ഭാഗ്യവാനായിരുന്നെന്ന് പറയപ്പെടുന്നു. പുരോഹിതനായി നിയമിതനായ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള പണം മറ്റുള്ളവരെ സഹായിക്കാനും കുട്ടികളെ സംരക്ഷിക്കാനും മറ്റുമാണ് ഉപയോഗിച്ചിരുന്നു. അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹം. റോമൻ ചക്രവർത്തിയായ ഡയോക്ലേഷ്യൻ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും 353 AD ഒരു പള്ളിയിൽ അടക്കുകയും ചെയ്യുകയും ചെയ്തു. എന്നാൽ രോഗശാന്തി ശക്തിയുള്ള മന്ന എന്ന ഒരു വസ്തു അദ്ദേഹത്തിന്റെ ശവക്കുഴിയിൽ രൂപപ്പെട്ടു. ഇതോടെ അദ്ദേഹത്തിന്റെ മരണ ദിവസമായ ഡിസംബർ 6 ആഘോഷത്തിന്റെ ദിവസമായി മാറി. ഇതാണ് ക്രിസ്മസിന്റെയും സാന്താക്ലോസിന്റെയും എല്ലാം ചരിത്ര ഗവേഷകർ രേഖകളിലെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവർക്കും ക്രിസ്മസിന്റെ സ്നേഹം നിറഞ്ഞ ആശംസ. ഓൾവേസ് സ്റ്റേ ബുഷ് ആൻഡ് സ്റ്റേ ഹാപ്പി ഓൾവേസ്.